കോച്ച് ഒരു പേഴ്സണൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെ സാലറി ഇൻക്രീസ് അല്ലെങ്കിൽ സാലറി ഗ്രോത്ത് വേണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും? ഒരു പേഴ്സണൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെ സാലറി ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പീരിയൻസ്, നോളജ്, ക്ലയന്റ് ഹാൻഡ്ലിംഗ് ഇതൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പേഴ്സണൽ ട്രെയിനർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നാണ് ഒരു ഫസ്റ്റ് കാര്യം. അതിനകത്ത് ഫസ്റ്റ് കാര്യമാണ് നമ്മുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. അതിന് യു ക്യാൻ ടേക്ക് എ സർട്ടിഫിക്കേഷൻ. അപ്പോൾ നല്ലൊരു സർട്ടിഫിക്കേഷൻ്റെ ബാക്കപ്പോട് കൂടി നിങ്ങൾക്ക് ആ ഒരു നല്ലൊരു പേഴ്സണൽ ട്രെയിനിങ് കരിയറിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. കിട്ടിയ നോളജ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ നല്ലൊരു ജിമ്മിൽ, നല്ലൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ആ നോളജ് ഇംപ്ലിമെന്റ് ചെയ്ത് അതിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഒരു 2-3 ജിംസിൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടി വരുമ്പോൾ നമുക്ക് ഒരു പ്രൊഫഷണൽ ട്രെയിനറായിട്ട് നമുക്ക് നല്ല ട്രാൻസ്ഫോർമേഷൻസ് കിട്ടും. നല്ല ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടുവരിക, ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജിൽ ചെയ്യുന്നത്. വൺസ് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ജിമ്മിലെ ഗ്രോത്ത്, അതിപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ജിമ്മിൽ തന്നെ ഹെഡ് കോച്ച് ആവാം, ക്ലബ് മാനേജേഴ്സ് ആവാം, ഗ്രോത്ത് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പോകും. പൊസിഷൻ ഹൈക്കിലൊക്കെ വരും. മെയിൻലി ഒരു ജിമ്മിലൊരു ട്രെയിനറിന്റെ സാലറി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവരുടെ ഈ പറയുന്ന ആട്രിബ്യൂട്ട്സിലാണ്. ഈ ആട്രിബ്യൂട്ട്സ് ഇംപ്രൂവ് ചെയ്ത് നല്ലൊരു കോച്ചായിട്ട് മാറും എന്നതാണ് അതിന്റെ കാര്യം.